ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. അതായത് ഫാരഡേ, നമ്മളിപ്പോൾ 1 ഫാരഡേ ഒക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഈ ഫാരഡേ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അതും അതേപോലെ തന്നെ മെറ്റീരിയൽസ്, എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് ഡെപ്പോസിറ്റഡ് ഓൺ ദ ഇലക്ട്രോഡ്, ഇവ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് അറൈവ് ചെയ്തു. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 ലോസ് ഉണ്ട്. ആ ലോയാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ദ മാസ് ഓഫ് എ സബ്സ്റ്റാൻസ് deposited or liberated at an electrode is directly proportional to the quantity of electricity passed through the electrolyte. ആ ഇലക്ട്രോലൈറ്റിലൂടെ എത്ര ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നോ അതിന് പ്രൊപ്പോർഷണലായിരിക്കും ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റാൻസിൻ്റെ മാസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം. ഇപ്പോൾ ഗ്രാം സബ്സ്റ്റാൻസ് ആണ് ഇപ്പോൾ ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നത് എന്ന് കരുതുക. ഗ്രാം. ഇപ്പോൾ കൂളംസ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ക്യൂ ആണ് പാസ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? W ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ എന്നെഴുതാം. പക്ഷെ നമുക്ക് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, IT ആണ് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ. സോ വി ക്യാൻ റൈറ്റ് W ഈക്വൽ ടു I ഇൻറ്റു T എന്നെഴുതാം. W ഈസ് പ്രൊപ്പോർഷണൽ ടു ആണ്. സോ W ഈക്വൽ ടു എന്തെഴുതാം? Z ഇൻറ്റു I ഇൻറ്റു T. ഇവിടെ ഈ Z എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റ്. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ പാസ് ചെയ്യുന്ന കറണ്ട് I ഈക്വൽ ടു 1 ആംപിയറും അതേപോലെ തന്നെ ടൈം T ഈക്വൽ ടു 1 സെക്കൻഡും ആണെങ്കിൽ നമുക്ക് W ഈക്വൽ ടു എന്തെഴുതാം? Z എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റിനെ ഡിഫൈൻ ചെയ്യാം? എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് എ സബ്സ്റ്റാൻസ് deposited or liberated at an electrode on passing a current of 1 ampere for 1 second. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഇനി അടുത്തത് നമുക്ക് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, when the same quantity of electricity is passed through different electrolytes. ഓക്കെ, അപ്പോൾ ദ മാസസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റാൻസസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ദെയർ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ കെമിക്കൽ ഇക്വാലൻസ്. എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? അവയുടെ കെമിക്കൽ ഇക്വാലൻസിന് പ്രൊപ്പോർഷണലായിരിക്കും. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി 2 ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യാണ്. അപ്പോൾ ആ ടൈമിൽ ഒരു ഇലക്ട്രോഡിൽ ഗ്രാം എന്ന് പറഞ്ഞ സബ്സ്റ്റാൻസ് ഉണ്ട്, അത് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ അടുത്ത സെല്ലിൽ WB, മാസ് ഓഫ് B എന്ന് പറയുന്നത് അതാണ് WB എന്ന് എഴുതുന്നത്. WB ഗ്രാം ഓഫ് B ഡെപ്പോസിറ്റ് ചെയ്യാന്ന് കരുതുക. അപ്പോൾ ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ് എന് നമുക്ക് EA എന്ന് കൊടുക്കാം, ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ് ബിന് നമുക്ക് EB എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? WA ഡിവൈഡഡ് ബൈ WB ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ EB, ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ് A ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ് B. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ 2 വോൾട്ട്മീറ്റേഴ്സ്, 2 വോൾട്ട്മീറ്റേഴ്സിലൂടെ പാസ് ചെയ്യാണ്. അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് കോപ്പർ സൾഫേറ്റും സിൽവർ നൈട്രേറ്റും ആണെന്ന് കരുതാം. അപ്പോൾ മാസസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഇക്വലൻ്റ് വെയിറ്റിന് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ WA എന്നുള്ളത് കോപ്പറും WB എന്നുള്ളത് സിൽവറും ആണെങ്കിൽ
ദാറ്റ് വിൽ ബി ഈക്വൽ ടു 30 ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 31.77 ഡിവൈഡഡ് ബൈ 108 ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് സിൽവർ. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നിന്ന് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം കേട്ടോ. WA ഡിവൈഡഡ് ബൈ EA ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ EB. അതായത് EB. ഓക്കെ, അതായത് നമുക്ക് എന്താ പറയുക, ഇവിടെ LHS ഉം RHS ഉം ഈ ഇക്വേഷൻ്റെ LHS ഉം RHS ഉം എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻസ് ഓഫ് A and B ഡെപ്പോസിറ്റഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 1 gram ഇക്വാലൻ്റ് ഓഫ് എനി മെറ്റീരിയൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റി എന്നുള്ളത് സെയിം ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 ഫാരഡേ ആണ്, അതായത് 96,500. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഫാരഡേനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് ഓർ ലിബറേറ്റ് 1 gram ഇക്വാലൻ്റ് ഓഫ് എനി സബ്സ്റ്റൻസ്. ഓക്കെ, അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 96,500 കൂളം. അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റും കെമിക്കൽ ഇക്വാലൻറ്റും ആണ്. ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റ് Z, കെമിക്കൽ ഇക്വാലൻ്റ് അല്ല, ഇക്വാലൻ്റ് വെയിറ്റ് ടാസ് അങ്ങനെയാണ് കെമിക്കൽ ഇക്വാലൻറ്റ് ഓഫ് എൻ എലമെൻറ്റ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻറ്റ് Z ആൻഡ് ഇക്വാലൻറ്റ് വെയിറ്റ് E. അവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണുള്ളത്? Z is equal to E ഡിവൈഡഡ് ബൈ 96,500. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. Z is equal to E ഡിവൈഡഡ് ബൈ, അതായത് ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻസ് ഈക്വൽ ടു കെമിക്കൽ ഇക്വാലൻറ്റ് ഡിവൈഡഡ് ബൈ 96,500. നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഫാരഡേസ് ലോയാണ്. ഓക്കെ, അപ്പോൾ അതിൽ 4 ആപ്ലിക്കേഷനാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഹെൽപ്സ് അസ് ടു കാൽക്കുലേറ്റ് ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻറ്റ് Z ഓഫ് എനി എലമെൻറ്റ് ഫ്രം ദ നോൺ വാല്യൂ ഓഫ് ഇക്വാലൻ്റ് മാസ്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷന് Z ഈക്വൽ ടു E ബൈ 96,500 പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് E അറിയാമെങ്കിൽ Z കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ബ്രിങ്സ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 1 mole ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ ചാർജ് ക്യാരീഡ് ബൈ ദം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 1 mole ഓഫ് ഇലക്ട്രോണും ചാർജ് ക്യാരീഡ് ബൈ ദം. റിലേഷൻ എന്തായിരുന്നു? ചാർജ് ക്യാരീഡ് ബൈ 1 mole ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 96,500 കൂളം ആണ്, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 ഫാരഡേ. ഈ റിലേഷനാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് ഈ ഫാരഡേസ് ലോ എന്നാണ്. ഇനി തേർഡ് എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് എനാബിൾ അസ് ടു കാൽക്കുലേഷൻ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. ഇലക്ട്രോണിക് ചാർജിൻ്റെ കാൽക്കുലേഷന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് 1 മോളിൻ്റെ ചാർജ് അറിയാം അല്ലേ? 1 mole ഓഫ് ഇലക്ട്രോൺസിൻ്റെ ചാർജ് ക്യാരി ചെയ്യുന്നത് 96,500 കൂളാണ്. അപ്പോൾ 1 mole ഇലക്ട്രോണ്, അപ്പോൾ ഒരു ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 96,500 ഡിവൈഡഡ് ബൈ പെർ മോൾ, അതായത് ബൈ അവോഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.602 ഇൻറ്റു 10⁻⁻19 കൂളം ആണ് കേട്ടോ. ഇനി അതിൽ ലാസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ഈ ഫാരഡേസ് ലോ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാറ്റ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ എമൗണ്ട് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഇലക്ട്രോഡാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് യൂസ് ചെയ്യുന്ന സെല്ല്, അതായത് ഇലക്ട്രിസിറ്റി ഒരു സൊല്യൂഷനിലൂടെ എത്ര പാസ് ചെയ്തു എന്ന് കണ്ടെത്താൻ യൂസ് ചെയ്യുന്നൊരു സ്പെഷ്യൽ സെല്ലുണ്ട്. അതായത് ഫാരഡേയുടെ ലോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സെല്ല്, അതിൻ്റെ പേരാണ് കുളോമീറ്റർ. സിൽവർ കുളോമീറ്ററാണ് നോർമലി യൂസ് ചെയ്യുക കേട്ടോ. സിൽവർ
കുളോമീറ്റർ. COULOMETR, സിൽവർ കുളോമീറ്ററാണ് ഉപയോഗിക്കുക. അപ്പം അതിൽ കാഥോഡായിട്ട് നമ്മൾ പ്ലാറ്റിനം അല്ലെങ്കിൽ സിൽവർ ഡിഷും ആനോഡ് പ്യുവർ സിൽവറുമാണ് ഉപയോഗിക്കുക. ഓക്കെ. ഇനി ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്യുവർ സിൽവർ നൈട്രേറ്റ് ആണ്. ഇനി കുളോമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും മറ്റൊരു ഇലക്ട്രോലൈറ്റിക് അപ്പാരറ്റസുമായിട്ട് കണക്ട് ചെയ്യുക, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് അപ്പാരറ്റസിലൂടെ, കുളോമീറ്ററിലൂടെയും അതിനോട് സീരീസായി കണക്ട് ചെയ്ത അപ്പാരറ്റസിലൂടെയും സെയിം ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കാഥോഡിൽ എത്ര സിൽവർ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിരിക്കും എത്ര ഇലക്ട്രിസിറ്റി കൂളമീറ്ററിലൂടെ പാസ് ചെയ്തു എന്നുള്ളത്. ഓക്കെ. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അതിന് ഈക്വലൻ്റ് എന്നല്ല, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കിലോമീറ്ററിലൂടെ പാസ് ചെയ്തു എന്നുള്ളത് കിട്ടും. അതിന് ഈക്വലൻ്റ് ആവല്ല. ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ കിലോമീറ്റർ. കാരണം നമുക്കറിയാം 96,500 കൂളം എത്ര സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും, 107.88 ഗ്രാം അല്ലേ, ഇക്വലൻ വെയിറ്റ് നോക്കിയിട്ട്. അപ്പോൾ എത്ര വെയിറ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫാരഡേയ്സ് ലോ. ഇനി ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിസ് ഫോട്ടോ അയച്ചു തരാം. സോൾവഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് ചെയ്ത് നോക്കാം. ഓക്കെ.